ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ 3 ഫേസ് ഡി ബി ഒക്കെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ RCCB കൊടുക്കാറുണ്ട്. അപ്പോൾ RCCB എന്താണ്, RCCB എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോൻ്റെ MRP ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൻ്റെ MRP കണ്ടോ 4571 വന്നത്. 4 പോൾ ഐസൊലേറ്ററാണ് വരുന്നത്. 4 പോൾ RCCB ആണ് വരുന്നത്. അത് 3 ഫേസ് 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് 4 പോൾ നമ്മൾ കൊടുക്കുന്നത്. 4 പോൾ ഐസൊലേറ്ററിൻ്റെ കൂടെ തന്നെയാണ് 4 പോൾ നമ്മൾ RCCBയും കൂടി കൊടുക്കുന്നത്. RCCB നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പിങ് കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും അപകടമോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, എർത്ത് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന RCCB നമ്മൾ മസ്റ്റായിട്ടും വീടുകളിൽ കൊടുക്കേണ്ടത്. കാരണം എന്തെങ്കിലും ഒരു എർത്തിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ട്രിപ്പായി പോകണം. ഇത് അതിൻ്റെ കൂടെ വരുന്ന ടെസ്റ്റിംഗ്, അതായത് ഇതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളുണ്ട്. നമ്മൾ പുതിയ കണക്ഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ഈ പേപ്പറും കൂടി വെച്ചാൽ മാത്രമേ KCBയിൽ നമുക്ക് കണക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ RCCB വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തരുന്ന ആ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആ പേപ്പർ കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കണം. കാര്യങ്ങളെല്ലാം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കണക്ഷൻ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ സീരിയൽ നമ്പർ കൂടി വെക്കണം. RCCBയുടെ സീരിയൽ നമ്പർ കൂടി വെക്കണം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ന്യൂട്രൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡിൽ N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്നത് 3 ഫേസാണ് വരുന്നത്. RYB എന്ന് പറയുന്ന 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്, 3 ഫേസ് ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ താഴെ തന്നെ ചില RCCBകളാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് 61 ആംസ് എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം RCCBയിൽ നോക്കി അറിയാൻ പറ്റും. 61 ആംസ് 30 മില്ലി ആംസ് ഇതാണ് പറയുന്നത്. അതായത് RCCB നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 40 ആംപിയർ 3 ഫേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മിനിമം ഒരു 40 ആംപിയറും അല്ലെങ്കിൽ 61 ആംസ് എങ്കിലും നമ്മൾ മിനിമം സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 61 ആംസ് ആണ്, 30 മില്ലി ആംപിയർ. പിന്നെ അതിൻ്റെ മുകളിൽ, അതായത് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ചില കമ്പനികളുടെ, ഇതിലൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടണാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഈ ഓൺ ഓഫ് ബട്ടണിൽ നേരെ മുകളിലേക്ക് ഇട്ടെങ്കിൽ ഓൺ, താഴേക്ക് ഇട്ടെങ്കിൽ ഓഫ്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന ഓൺ ഓഫ് ബട്ടൺ താഴേക്ക് വീണ് കിടക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് ട്രിപ്പിംഗ് ആവുന്നത്. അതായത് എർത്ത് ലീക്കേജ് എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ട്രിപ്പോ, അത് താഴേക്ക്, ആ ബട്ടൺ താഴേക്ക് വീഴും. പിന്നെ ഇതിന് കണക്ഷൻസ് കൊടുക്കുന്നത് പറഞ്ഞു നേരെ മുകളിൽ നിന്നും താഴേക്കോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കോ ഏത് വേണമെങ്കിലും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൺ ഓഫ് ബട്ടണിൽ തന്നെ ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന T എന്ന് മാർക്ക് ചെയ്ത ഒരു ടെസ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കണ്ടോ, ആ മുകളിൽ കാണുന്ന മുകളിലായിട്ട് ടെസ്റ്റ് ബട്ടൺ, മന്ത്ലി ടെസ്റ്റ് എന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരണം. അതെന്തിനു വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഈ RCCB കാര്യങ്ങൾ വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ട്രിപ്പ് ചെയ്ത് നോക്കണം. കാരണം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ജാമായി പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ T ബട്ടൺ എന്ന് പ്രസ് ചെയ്ത് ഒന്ന് ടെസ്റ്റ് അടിക്കണം. ടെസ്റ്റ് അടിക്കുമ്പോൾ T ബട്ടണിൽ നമ്മൾ അമർത്തുന്ന സമയത്ത് ആ ഓൺ ഓഫ് ബട്ടൺ തന്നെ അത് ട്രിപ്പാവും. അങ്ങനെ നമ്മൾ മന്ത്ലി എങ്കിലും മസ്റ്റായിട്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടല്ലാതെ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടമോ കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പറയുന്ന ഈ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് RCCB എന്ന് എടുത്തിരിക്കുന്ന കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസ്ക് സംഭവിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ പ്രോബ്ലമായിട്ട് വരും, ജീവന് തന്നെ ഒരു ഭീഷണിയായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി പറയുന്നത് മന്ത്ലി ടെസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ടെസ്റ്റ് അടിച്ച് അത് കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് ആണോ എന്നും കറക്റ്റായിട്ട് നമ്മളൊന്ന് നോക്കണം. പിന്നെ ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി തരുന്നുണ്ട്. എല്ലാ കമ്പനികളും, അതായത് വി ഗാർഡ്, ലെഗ്രാൻഡ്, സ്റ്റാൻഡേർഡ്, ഒരു ഹാവൽസ്, പിന്നെ അതുപോലെ തന്നെ പോളിക്യാബ്, L&T, അങ്ങനെ ഒരുപാട് ഷനൈസർ, അങ്ങനെ ഒരുപാട് കമ്പനീസ് തന്നെ ഈ പറയുന്ന രീതിയിൽ RCCB നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ RCCB നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എർത്ത് ലീക്കേജ് കറണ്ടോ എന്തെങ്കിലും ഷോർട്ടിങ് എഫക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് കറണ്ടിലൊക്കെ വരുന്ന സമയത്ത് ട്രിപ്പായി നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ RCCB യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പൈസ കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഐസൊലേറ്റർ മാത്രം കൊടുത്ത് നമ്മൾ വീട്ടിലെ DB കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഏറ്റവും വലിയ അപകടമായിരിക്കും വിളിച്ചു വരുത്താൻ പോകുന്നത്. അപ്പോൾ RCCB മസ്റ്റായിട്ട് നമ്മുടെ വീടുകളിൽ കൊടുത്തിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.